പെട്രോൾ ബൂമിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂസ്ഡ് കാർ, ഒരു ഹാച്ച് ബാക്ക് നോക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഓടിക്കാൻ അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ളൊരു കാറാണ്. അതുപോലെ നമ്മുടെ ഒരു ജർമ്മൻ കാർ അല്ലെങ്കിൽ ഒരു പോളോ വെച്ച് നോക്കുമ്പോൾ വലിയ തലവേദനയില്ലാത്ത കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ വലിയ തലവേദനയില്ലാത്ത മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് എലൈറ്റ് i20 ഡീസൽ എന്ന് പറയുന്നത്. നമുക്ക് ഡീസലിൽ മാനുവലേ വന്നിട്ടുള്ളൂ, ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്, ഓടിക്കാൻ അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ നമുക്കൊരു റോബസ്റ്റ്ലി ബിൽറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയുടെ ഒരു ഫീലും ഉണ്ട്, അത്യാവശ്യം പ്രീമിയംനെസ്സും ഉണ്ട്. ഈവൻ ഈ ഒരു 2025 ഇപ്പോഴത്തെ ഒരു സിനേറിയോ ആയിട്ട് മെർജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റൈലിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ യൂസ്ഡ് കാർ നോക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വേണ്ടതൊരു ഡീസൽ ഹാച്ച് ബാക്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ തന്നെയാണ് എലൈറ്റ് i20 ഡീസൽ മാനുവൽ എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ എലൈറ്റ് i20യുടെ ഒരു യൂസ്ഡ് കാർ റിവ്യൂ നോക്കാം. ഇത് ബേസ് വേരിയൻ്റ് ആണ്, അന്ന് ഇറങ്ങിയിരുന്ന ബേസ് വേരിയൻ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഇന്ത്യൻ വാഹന ലോകത്ത് നമുക്കൊരു പ്രത്യേക സ്ഥാനമുള്ള വാഹനം തന്നെയാണ് ഹ്യുണ്ടായി i20 എന്ന് പറയുന്നത്. 2008 ആദ്യമായിട്ട് ഹ്യുണ്ടായി i20 ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് രംഗത്തിൽ ഒരു പുതിയൊരു സെഗ്മെൻറ്റ് ഓപ്പൺ ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം നല്ല സ്ട്രോങ്ങറായിട്ട് പോകുന്ന പ്രീമിയം ഹാച്ച് ബാഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഹ്യുണ്ടായി i20യിലൂടെയാണ്. ആ ഒരു 2008 കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു പ്രീമിയം കാർ എന്ന് പറയുമ്പോൾ ഒരു 3 ബോക്സ് സെഡാൻ ആയിരുന്നെങ്കിൽ ഹാച്ച് ബാക്കിലേക്ക് ഈ ഒരു പ്രീമിയം എന്നുള്ള ടാഗ് ലൈൻ കൊണ്ടുവരുന്നത് ഹ്യുണ്ടായി i20യിലൂടെയാണ്. 2008 ഈ വാഹനം ലോഞ്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 3 എഞ്ചിൻ ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ബേസ് ആയിട്ട് വന്നിരുന്നത് ഒരു 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനായിരുന്നു. അറൗണ്ട് 82 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനായിരുന്നു. അതിൽ നമുക്ക് അന്ന് മാനുവൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടോപ്പ് മോഡൽസിൽ ഒരു 1.4 ഗാമ പെട്രോൾ എന്ന് പറഞ്ഞ് ഏകദേശം 100 bhpയോളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെട്രോൾ എഞ്ചിൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഒരു 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ യൂണിറ്റ് വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടി വരുന്ന 1.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു അത് വാഹനങ്ങൾ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ 1.4 ഡീസലും അതുപോലെ 1.2 പെട്രോളുമാണ് ഇറങ്ങിയത്. പിന്നെ മൂന്നാമതായിട്ടുണ്ടായിരുന്നത് ഹ്യുണ്ടായുടെ ഏറ്റവും ബ്രെഡ് ആൻഡ് ബട്ടർ എഞ്ചിനായിട്ടുള്ള 1.4 CRDI ഡീസൽ എഞ്ചിനായിരുന്നു. അറൗണ്ട് 89 bhpയോളം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആയിട്ടും അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു. ഡീസലിനോടൊപ്പം നമുക്ക് മാനുവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. i20 ഡീസലിൽ നമുക്ക് ഓട്ടോമാറ്റിക് വന്നിട്ടില്ല. ശേഷം ആ ഒരു 2008 ഇറങ്ങിയ മോഡലിൽ 2012 ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നു. കാര്യമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല, ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് മാത്രമായിരുന്നു. ശേഷം 2014 i20 ഒരു ജനറേഷൻ ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ i20 വരുന്നത് 2014. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ i20യോടൊപ്പം എലൈറ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ കൂടി വന്നു. സോ സെക്കൻഡ് ജനറേഷനിൽ മാത്രമാണ് എലൈറ്റ് i20 എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയത്. 2014 ഇറങ്ങുമ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ പ്രധാനമായിട്ട് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനും 1.4 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനും. ഇടയ്ക്ക് എപ്പോഴോ ഈ പറഞ്ഞ 1.4 ഗാമ പെട്രോൾ വിത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ വണ്ടികൾ കാര്യമായിട്ടുള്ള രീതി കണ്ടിട്ടില്ല. വണ്ടി ഇറങ്ങി ഉടനെ തന്നെ ആ ഒരു എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. സോ അപ്പോഴും ഉണ്ടായിരുന്നു നമുക്ക് കോമൺ ആയിട്ട് ഈ 2 എഞ്ചിൻ ഓപ്ഷൻ, 1.2 പെട്രോളും 1.4 ഡീസലും ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. 1.2 പെട്രോളിനോടൊപ്പം നമുക്ക് CVT, ഹ്യുണ്ടായി iVT എന്ന് വിളിക്കുന്ന CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡീസലിൻ്റെ കൂടെ അന്ന് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിരുന്നില്ല. പവറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1.2 പെട്രോളിന് അറൗണ്ട് 83 bhpയും 1.4 ഡീസലിന് അറൗണ്ട് 89 bhp ആയിരുന്നു പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇത് ആ ഒരു ജനറേഷനുള്ള വാഹനമാണ്. പക്ഷേ ഈ കാണുന്ന ഈ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നത് 2018 2018 വണ്ടിയിൽ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഫ്രണ്ട് ഫേസിയലും റിയർ ബൂട്ടിലും ഒക്കെ കാര്യമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളും ഫീച്ചേഴ്സിൽ അംഗമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. പിന്നെ ഇത്രയും ജനറേഷൻസിൽ കൂടുതലൊരു യൂറോപ്യൻ സ്റ്റൈലിംഗ് ഉണ്ടായിരുന്നതും ഈ പറയുന്ന സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ എലൈറ്റ് i20 ആയിരുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു 2025 പോലും ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റുമായിട്ട് മെർജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് ആയിരുന്നു ഈ ഒരു വാഹനത്തിന് വന്നിരുന്നത്. ഇപ്പോഴും സ്റ്റിൽ നമുക്ക് നോക്കുമ്പോൾ ലുക്ക് വൈസ് ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടൊരു വാഹനമായിട്ടുള്ളൊരു ഫീലില്ല. ഇപ്പോഴും ക്രൗഡിനിടയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് എലൈറ്റ് i20യുടേത്. ശേഷം 2020 നമ്മളിപ്പോൾ കാണുന്ന ലേറ്റസ്റ്റ് തേർഡ് ജനറേഷൻ i20 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആയിരുന്നു. 1.2ൻ്റെ കൂടെ നമുക്ക് മാനുവലും CVT, ഹ്യുണ്ടായി iVT എന്ന് വിളിക്കുന്ന CVT ഗിയർ ബോക്സും അവൈലബിൾ ആയിരുന്നു. മാനുവലിൻ്റെ കൂടെ 83 bhpയും നമുക്ക് iVTയുടെ കൂടെ അല്ലെങ്കിൽ CVTയുടെ 88 bhp ആയിരുന്നു പവർ ഔട്ട്പുട്ട്. അതിനോടൊപ്പം തന്നെ ഒരു സ്പോർട്ടിയ വാഹനം എന്നുള്ള നിലയിൽ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ 120 bhp പവറുള്ള ഒരു പെട്രോൾ എഞ്ചിൻ കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് i20 N ലൈൻ എന്നുള്ള പേരിൽ കിട്ടിയത് ആ ഒരു എഞ്ചിനായിരുന്നു.
നമുക്ക് അതിനോടൊപ്പവും IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് ക്ലച്ച് ഇല്ലാത്ത മാനുവൽ ട്രാൻസ്മിഷനും, അതായത് ക്ലച്ച് ലിവർ ഇല്ലാത്ത മാനുവൽ ട്രാൻസ്മിഷനും 7 സ്പീഡ് DCT ഗിയർ ബോക്സും നമുക്ക് ആ ഒരു 1 ലിറ്ററിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ടായിരുന്നു. 2020 തേർഡ് ജനറേഷൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.4 ഡീസൽ അതിനോടൊപ്പം വരുന്നുണ്ടായിരുന്നു. അറൗണ്ട് 99 BHP 100 BHPയോളം പവർ വരുന്ന ഒരു വാഹനമായിരുന്നു. മാനുവൽ ഗിയർ ബോക്സ് 6 സ്പീഡ് മാനുവൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ലേറ്റർ അത് 2023 ആയപ്പോഴത്തേക്കും ആ ഒരു ഡീസൽ എഞ്ചിൻ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് i20യുടെ കൂടെ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും അതുപോലെ സ്പോർട്ടിയർ വണ്ടി വേണ്ടവർക്ക് 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു ജെം കൈൻഡ് ഓഫ് വണ്ടി തന്നെയാണ് നമുക്ക് i20 ഡീസൽ മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് i20യുടെ ഒരു കംപ്ലീറ്റ് ടൈം ലൈൻ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്ത്യയിലെ. നമുക്കിനി വണ്ടിയുടെ ഒരു ജസ്റ്റ് ഒന്ന് ബേസിക് ഒരു വാക്ക് അറൗണ്ട് നോക്കിയിട്ട്, യൂസ്ഡ് കാർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാക്ക് അറൗണ്ടിൽ സംസാരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ട് അന്നത്തെ ബേസ് വേരിയൻ്റ് i20യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ ഡ്രൈവിലേക്കും ബാക്കി ഡീറ്റെയിൽസിലേക്കും പോകാം. ഇത് ഞാൻ പറഞ്ഞു 2018 ഇറങ്ങിയ സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ i20 Eliteൻ്റെ ഫേസ് ലിഫ്റ്റഡ് മോഡൽ ബേസ് വേരിയൻ്റ് ആണ്, ഡീസൽ മാനുവൽ ആണ്. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഇതിൻ്റെ ചെറിയൊരു വാക്ക് അറൗണ്ട് കൂടി നമുക്ക് നോക്കാം. Elite 820 ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു ബേസിക് ലുക്ക് ഇത്തരത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമുക്ക് അത് തന്നെ ആ ഒരു 1.4 ലിറ്റർ CRDA ഡീസൽ എഞ്ചിൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല ഹെവി ഉണ്ടായിരുന്നു. എഞ്ചിൻ ഇൻസുലേഷൻ ഒന്നും കൊടുത്തിരുന്നില്ല. ഈ കാണുന്നതാണ് 1.4 ലിറ്റർ CRDA 16V എന്ന് പറയുന്ന ഹ്യുണ്ടായുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എഞ്ചിനായിരുന്ന 1.4 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ. അത്യാവശ്യം വലിയ എഞ്ചിൻ ബേ ആയിരുന്നു. കാര്യങ്ങളെല്ലാം ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യം അന്നും ഹ്യുണ്ടായി വാഹനങ്ങളിൽ എടുത്തു പറയണം. അറൗണ്ട് 89 BHP ആണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫുഡിന് ക്ലോസ് ചെയ്യാം. അത്യാവശ്യം ഒരു സോഫ്റ്റ് തട്ടോടുകൂടി കേട്ടോ ഫുഡൊക്കെ ക്ലോസ് ആവുന്നത്. നമുക്ക് ഫേസ് ലിഫ്റ്റ് വന്ന ഹെഡ് ലാമ്പ് ഇത്തരത്തിലായിരുന്നു. ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് DRLോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ കാണുന്ന ഈ ഒരു പീസ് നമുക്ക് DRL പോലെ തോന്നിക്കുമെങ്കിലും ഇത് ആക്ച്വലി DRL അല്ലായിരുന്നു. കംപ്ലീറ്റ്ലി ഒരു ഹാലജൻ സെറ്റപ്പാണ് നമുക്ക് ഹെഡ് ലാമ്പ്സിൽ വന്നത്. ഫോഗ് ലാമ്പ് ഈ കാണുന്നത് സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് ആണോ ആക്സസറി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഹാലജൻ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ അതിന് ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും വരുന്നുണ്ട്. ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു എയർ കട്ടൻ, വണ്ടിയുടെ എയറോഡൈനാമിക്സ് കൂട്ടാനായിട്ട് ചെറിയൊരു എയർ കട്ടൻ നമുക്ക് അവിടെ ആയിട്ട് കാണാം. സെൻട്രലായിട്ട് ഹ്യുണ്ടായുടെ ലോഗോയും ആ ഒരു ഹെക്സഗണൽ ഗ്രില്ലും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്. വണ്ടി ട്രിവാൻഡ്രം സിറ്റിയിൽ കിടന്ന് ഓടുന്ന വണ്ടിയാണ്. അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ വാഹനത്തിലുണ്ട്. പിന്നെ നമുക്ക് അന്ന് ബേസ് വേരിയൻറ്റിൽ വരുന്ന വീൽസ് സ്റ്റീൽ വീൽസ് ആയിരുന്നു. ഇത് ആ ഒരു സെയിം ടയേഴ്സിൽ, ആ ഒരു സെയിം റബ്ബേഴ്സിൽ അലോയ്സ് ചെയ്തതാണ്. ടയർ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. 185/70 R14 ആയിരുന്നു ടയർ സൈസ്. നമുക്ക് ബേസ് വേരിയൻറ്റിൽ വരുന്ന ടയർ സൈസ് ഇതായിരുന്നു. അലോയ് അല്ല എന്നുള്ള ഏക വ്യത്യാസമേ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്സും ആണ് വരുന്നത്. എന്നാൽ ഫസ്റ്റ് ജനറേഷൻ i20യിൽ നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻസിൽ 4 വീൽ ഡിസ്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഈ വാഹനത്തിൻ്റെ റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കസ്റ്റം ചെയ്തതാണ്. വണ്ടി സ്റ്റോക്ക് ഡ്യുവൽ ടോൺ അല്ല വരുന്നത്, അത് റാപ്പ് ചെയ്തതാണ്. ORVMs നമുക്ക് ബോഡി കളർ അല്ലായിരുന്നു അന്ന് വരുന്നത്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നുമില്ല. ടേൺ ഇൻഡിക്കേറ്റർ ഈ ഒരു ഫെൻഡറിലായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. കീടാനുള്ള പ്രൊവിഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ A പില്ലറും B പില്ലറും C പില്ലറും ബ്ലാക്ക് ആണ്. അതിലെനിക്ക് തോന്നുന്നു A പില്ലർ മാത്രം ബോഡി കളർഡ് ആയിരുന്നു. B പില്ലറും C പില്ലറും നമുക്ക് ബ്ലാക്ക് ഔട്ടായിട്ട് സ്റ്റോക്ക് വരുന്നതായിരുന്നു. പിന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ട സെയിം വീൽസും ടയേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആൻറ്റിനെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് മുകളിലൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. റിയർ വൈപ്പറോ ഡിഫോഗറോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിലില്ലായിരുന്നു. പിന്നെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ 2018 ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ പ്രധാനമായിട്ടൊരു ഡിഫറൻസും ഈ കാണുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ടെയിൽ ലാമ്പ് ആയിരുന്നു. സ്പ്ലിറ്റ് പീസ് യൂണിറ്റ് ആണ്, ഫങ്ഷണൽ യൂണിറ്റ് ആണ്, കംപ്ലീറ്റ്ലി ഹാലജൻ സെറ്റപ്പാണ് വരുന്നത്. ദെൻ 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് റിവേഴ്സ് ലൈറ്റ്. ഈ ഒരു ബമ്പർ നമുക്ക് ഈ ഒരു ഫേസ് ലിഫ്റ്റിലായിരുന്നു വന്നിരുന്നത്. i20യുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ബൂട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു പാഴ്സൽ ഷെൽഫ് വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. കുറച്ച് സാധനങ്ങളുണ്ട്, ഡോണ്ട് മൈൻഡ്. നമുക്ക് സ്പെയർ വീല് വരുന്നതും സ്റ്റാൻഡേർഡ് സൈസാണ്. 185/70 R14 തന്നെയാണ് സ്പെയർ വീല് വരുന്നത്. നോർമൽ സ്റ്റീൽ വീല് തന്നെയായിരുന്നു. ടൂൾ കിറ്റ് അകത്തായിട്ട് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ്. ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. 2 ഹുക്ക് 2 വശങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 60/40 സ്പ്ലിറ്റിംഗ് സീറ്റുകളൊന്നും അന്ന് അവൈലബിൾ ആയിരുന്നില്ല. പിൻ സീറ്റുകളിലേക്ക് വരുമ്പോൾ ഡോർ പാഡ് നമുക്കൊരു 2 കളർ തീമിലായിരുന്നു വന്നിരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് റിയറിൽ നമുക്ക് പവർ വിൻഡോസ് അവൈലബിൾ ആയിരുന്നില്ല. സോ ഒരു മാനുവൽ വൈൻഡറിൻ്റെ ലിവർ നമുക്ക് കാണാൻ സാധിക്കും. ഡോർ ഹാൻഡിൽസ് ഒരു ഗ്രേ കളറിലായിരുന്നു വന്നിരുന്നത്. സ്പീക്കർ പ്ലേസ്മെൻ്റ് ആണ്. ഇത് ആക്ച്വലി ഈ വേരിയൻറ്റിൽ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും സ്പീക്കേഴ്സും ഒന്നും വരുന്നില്ലായിരുന്നു. പിന്നെ സീറ്റ് ഇത്തരത്തിലാണ്. റിയറിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോ ആം റെസ്റ്റോ ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ടായിരുന്നില്ല. സീറ്റുകൾ ഇതെല്ലാം നമ്മൾ സീറ്റ് ഓവർ എക്സ്ട്രാ ചെയ്തതാണ്.
കുഴപ്പമില്ലാത്തൊരു കംഫർട്ടബിലിറ്റി ഓഫർ ചെയ്യുന്ന സീറ്റാണ്. ഈ ഒരു സീറ്റ് ഇപ്പോൾ അത്യാവശ്യം ഡ്രൈവർ സീറ്റ് അത്യാവശ്യം ബാക്കിലേക്ക് കിടക്കുകയാണ്. എങ്കിൽ പോലും മുട്ട് തട്ടുന്നൊരു പ്രശ്നമൊന്നുമില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ അണ്ടർ തേ സപ്പോർട്ടും വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഡിക്വേറ്റഡ് ഹെഡ് റൂമും ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു റിയർ സീറ്റാണ്. 2 പേർക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാം. റിയറിൽ AC വെൻ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. മുകളിലായിട്ടൊരു ഹാലജൻ ലാമ്പ് കാണാമായിരുന്നു. പിന്നെ നമുക്ക് 2 ഗ്രാബ് ഹാൻഡിൽസും അതിലൊരു ഹൂക്കും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡ് പ്രൊഫൈൽ ഇത്തരത്തിലാണ് വരുന്നത്. ഫ്രണ്ടിൽ പോയിട്ട് അത് ഞാൻ പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ഈ ഒരു കുഞ്ഞിൻ്റെ ചൈൽഡ് സീറ്റ് ഇരിക്കുന്നത് കൊണ്ട് ഇത്തിരി ക്രാംപ്ഡ് ആയിട്ടുള്ള ഫീലുണ്ട്. പക്ഷേ ആക്ച്വലി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. 2 പേർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരുന്ന് പോകാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നിലിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും. ഇനി നമുക്ക് മുൻ സീറ്റുകളിലേക്ക് കയറാം, ഡ്രൈവർ സീറ്റിലേക്ക് കയറാം. ഡ്രൈവർ സൈഡ് ഡോർ പാഡും റിയറിൽ കണ്ട പോലെ സിമിലർ ആണ്. ഇവിടെ നമ്മുടെ ഡ്രൈവർ, കോ ഡ്രൈവർ, പവർ വിൻഡോയുടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡൗൺ കാണാനുള്ള സാധ്യതയില്ല. പിന്നെ മിറേഴ്സ് ഇൻറ്റേർണലി മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിവർ കൊടുത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഡ്രൈവർ സീറ്റിൽ നമുക്ക് അന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നില്ലായിരുന്നു. റിക്ലൈനും നമുക്ക് ഫ്രണ്ട് ബാക്ക് മാത്രമേ ഇതിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആയിട്ട് ഹെഡ് ലാമ്പ് ലെവലർ കാണാം, AC വെൻ്റ് കാണാം. താഴെയായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ലാച്ച് കാണാം. പ്രോപ്പറായിട്ടുള്ള ഡെഡ് പെഡൽ അന്നേ വരുന്നുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറി ബാക്കിയുള്ള കാര്യങ്ങളൂടി ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. ഈ കാണുന്നതായിരുന്നു നമുക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്ററും റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്ററും ഉണ്ടായിരുന്നു. സെൻറ്ററിലൊരു MID ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു MIDയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ട്രിപ്പ്, ഡിസ്റ്റൻസ് ടു MT, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ ആവറേജ് സ്പീഡ്, ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കുഞ്ഞൻ ഡിസ്പ്ലേയിൽ നിന്ന് കാണായിരുന്നു. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നമുക്ക് സ്റ്റിയറിംഗ് വീലിലായിരുന്നു വന്നിരുന്നത്. ബാക്കി കൺട്രോൾസ് ഒന്നുമില്ല. ഈ 2 ബട്ടൺസ് മാത്രം നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ടായിരുന്നു. ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് റൈറ്റ് സൈഡിലായിട്ടും വൈപ്പറിൻ്റെ സ്വിച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടും കാണാം. നമുക്ക് സ്റ്റിയറിംഗിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം ഹയർ വേരിയൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാനുവലി ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു IRVM വരുന്നുണ്ട്. 2 സൺ വൈസർ ഉണ്ട്. പ്രത്യേകിച്ച് മിററോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. സെൻട്രലായിട്ട് വരുമ്പോൾ നമുക്ക് ലോക്ക് അൺലോക്ക് ബട്ടണും ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺസ് കാണാം. 2 സൈഡിലായിട്ട് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തെടുത്ത ഒരു പയനിയറിൻ്റെ ഒരു സിംഗിൾ ഡിൻ മ്യൂസിക് സിസ്റ്റം കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നമുക്ക് ഡിജിറ്റൽ ക്ലോക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൺട്രോൾ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ മാനുവൽ ACയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് കാർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ചെറിയൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. ഹ്യുണ്ടായുടെ ഗിയർ ബോക്സ് ആയതുകൊണ്ട് എടുത്ത് പറയണം, അത്യാവശ്യം നല്ല സ്ലിക്ക് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. സ്റ്റിൽ ഇപ്പോഴും വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ ഫീല് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അക്കാലത്ത് നമുക്ക് ഹ്യുണ്ടായി വണ്ടികളിലൂടെ വന്നുകൊണ്ടിരുന്ന ആ ഒരു പോർട്ടബിൾ ഡസ്റ്റ്ബിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയുമാണ് വണ്ടിയുടെ ബേസിക് കാര്യങ്ങൾ. ബേസിക് ആയിട്ടൊരു വാക്കർ ഉണ്ടായിരുന്നു. നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം. സോ നമ്മൾ എലൈറ്റ് i20 അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ i20 ഡീസൽ മാനുവൽ ഡ്രൈവ് ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത്രയും ജനറേഷൻ i20 ഇറങ്ങിയതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഈ കാണുന്ന ഈ ഒരു സെക്കൻഡ് ജനറേഷൻ വാഹനം തന്നെയാണ്. കാര്യം ലുക്ക് വൈസ് എന്തുകൊണ്ടോ അന്ന് ഒരു കൗതുകം തോന്നി, ആ ഒരു പ്രായത്തിലൊരു കൗതുകം തോന്നിയതുകൊണ്ടായിരിക്കണം. സ്റ്റിൽ ഇതെനിക്ക് ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ, ഈ ഒരു ജനറേഷൻ വണ്ടി ഡേറ്റഡ് ആയിട്ടൊരു ഫീലില്ല. പിന്നെ എനിക്ക് പുതിയ ജനറേഷൻ ഓടിച്ചപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടെ നമുക്കൊരു കാർ ഓടിക്കുന്നൊരു ഫീലും എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നു. ഞാൻ എൻലൈൻ വെച്ച് കമ്പയർ ചെയ്യല്ല, ഞാൻ ഇതിന് മുന്നേ ഓടിച്ച 1.2 കാപ്പ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കൂടുതലൊരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുന്നതും ഈ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ്. എസ്പെഷ്യലി ഈ ഒരു ഡീസൽ എഞ്ചിൻ നമുക്ക് ഇത് അത്യാവശ്യം നല്ല കിടിലൻ എഞ്ചിനായിരുന്നു. എന്തുകൊണ്ടോ BS6 എമിഷൻ നോംസ് വന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയത്ത് അവർ ഈ ഒരു എഞ്ചിൻ പിൻവലിച്ചു. അത്യാവശ്യം ടോർക്കിയർ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. നല്ല സ്ലിക്ക് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. ഫസ്റ്റ് ജനറേഷൻ അതായത് 2008 ഇറങ്ങിയ i20 വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ജനറേഷൻ i20 എലൈറ്റിൽ നമുക്ക് ഒരു ഡൗൺ ഗ്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം അക്കാലത്ത് 2008 ഇറങ്ങുന്ന സമയത്ത് അത് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് കംപ്ലീറ്റ്ലി മീറ്റ് ചെയ്യുന്ന ലുക്ക് വൈസ് ഈ ഒരു വാഹനത്തിൻ്റെ അത്രയും യൂറോപ്യൻ അല്ലെങ്കിൽ പോലും അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അക്കാലത്ത് i20 ഇറങ്ങിയിരുന്നത്. നമുക്ക് റിയറിൽ ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആയിരുന്നു. അതുപോലെ 6 എയർ ബാഗ് ടോപ്പ് എൻഡിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ജനറേഷൻ വന്നപ്പോഴേക്കും അവർ ആ റിയറിലെ ഡിസ്ക് ബ്രേക്സ് ഒക്കെ ഒഴിവാക്കി. അങ്ങനെ 1-2 ഡൗൺ ഗ്രേഡുകളും കാര്യങ്ങളും ഈ ഒരു ജനറേഷനിൽ വന്നു. പക്ഷേ എന്തുകൊണ്ട് വണ്ടിയുടെ ലുക്ക് വൈസും ഹാൻഡ്ലിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു വൺ ഓഫ് എ കൈൻഡ് വണ്ടിയായിരുന്നു. അക്കാലത്ത് സ്വിഫ്റ്റ് ഇതിന് തൊട്ട് താഴെയുള്ള സെഗ്മെൻ്റ് ആയിട്ടായിരുന്നു നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഫീച്ചേഴ്സും ബാക്കിയുള്ളൊരു
പ്രീമിയംനെസ് വെച്ച് നോക്കുമ്പോൾ ഇത് സ്വിഫ്റ്റിനെക്കാട്ടും ഒരു പിടി മേളിലായിരുന്നു. ആക്ച്വലി ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാരുതി ബലേനോ ലോഞ്ച് ചെയ്യുന്നത് തന്നെ. പക്ഷേ എന്നാലും മാരുതി ബലേനോയിൽ ആ ഒരു 1.3 ലിറ്റർ ഫീറ്റിന് മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ കൊടുത്തെങ്കിൽ പോലും ഈ ഒരു 1.4നെ അടിച്ചിടാനുള്ള ഒരു കെൽപ്പ് നാണ്ട പോകുന്നു ബലേനോയ്ക്ക് അന്നില്ലായിരുന്നു വേണമെങ്കിൽ തന്നെ പറയാം. കാര്യം ഡീസൽ എഞ്ചിൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു കൂടുതൽ ആളുകളും പോയിട്ട് അന്ന് i20 ഡീസൽ തന്നെയാണ് എടുത്തത്. ഈ ഒരു 6 സ്പീഡ് മാനുവലും അതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയായിരുന്നു. എടുത്തു പറയേണ്ട ഒന്നായിരുന്നു i20ന്റെ കാര്യത്തിലൊന്നല്ല, ഹ്യുണ്ടായുടെ പുതിയ വാഹനങ്ങൾ കണ്ടുവരുന്നതാണ് ഫിറ്റ് ആൻഡ് ഫിനിഷ്. ഈ വണ്ടി ഇപ്പോൾ ഇത് 2018 ഇറങ്ങിയ വണ്ടിയാണ്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ പോലും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ടാറ്റയും മഹീന്ദ്രയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിൽ പാനൽ ഗ്യാപ്സ് ഈവനും ഫിറ്റ് ആൻഡ് ഫിനിഷ്. ഈ വണ്ടിയിൽ ഇപ്പോൾ ചെറിയൊരു നോയ്സ്, ഒരു സ്ക്വീസി നോയ്സ് കേൾക്കുന്നുണ്ട്. അത് ആക്ച്വലി പുറകിലെ സീറ്റ്, ചൈൽഡ് സീറ്റ് ഇരുന്ന് അനങ്ങുന്ന സൗണ്ടാണ്. അല്ലാതെ ഈ വണ്ടിയിൽ റാറ്റ്ലിങ്ങിൻ്റെ പ്രശ്നമോ മറ്റൊന്നുമില്ല. ഇതിൽ വണ്ടിയിൽ വെച്ചേക്കുന്ന ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതല്ലാതെ വേറെ വണ്ടിയിൽ റിഫൈൻമെൻറ്റ് കുറവ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അലച്ചിലും പിടിച്ചിലും ഒന്നും വണ്ടിക്കില്ല. സോ അക്കാര്യത്തിലൊക്കെ i20 അല്ലെങ്കിൽ ഹ്യുണ്ടായി ഫാർ അഹെഡായിരുന്നു ബാക്കി ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പവർ ഉണ്ടായിരുന്നു, ഹാൻഡ്ലിംഗ് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ സസ്പെൻഷൻ ഒരല്പം സോഫ്റ്റ് സൈഡിലാണ്. വളവുകൾ വളയ്ക്കുന്ന സമയത്ത് ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതുകൊണ്ട് തന്നെ ബാഡ് റോഡ്സിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ ഇരുന്ന് പോകായിരുന്നു. സ്വിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ സസ്പെൻഷൻ സെറ്റപ്പ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സ്റ്റിയറിംഗ് കുഴപ്പമില്ല, അത്യാവശ്യം ലൈറ്റാണ്. പക്ഷേ സ്പീഡ് കയറുന്നതനുസരിച്ചിട്ട് സ്റ്റിയറിംഗ് വേ ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നം ആസ് യൂഷ്വൽ ഹ്യുണ്ടായി വാഹനങ്ങൾ ഉള്ളതുപോലെ ഈ ഒരു വണ്ടിക്കും ഉണ്ടായിരുന്നു. അത് നമുക്ക് ആക്ച്വലി ഡ്രൈവിങ്, ഞാൻ 1-2 വണ്ടിയുടെ പഴയ റിവ്യൂസ് എടുത്ത് നോക്കിയപ്പോൾ ഞാനത് ഒരുപാട് കേട്ടു. പക്ഷേ ഞാനത് അപ്പം കാര്യമായിട്ട് എടുത്തിരുന്നില്ല. എന്നാലും വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ ഇപ്പം നമ്മൾ 60-ലാണ് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്. വളരെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പീഡിൽ പോകുന്നില്ല, 60 അധികം സ്പീഡല്ല എങ്കിൽ പോലും നമ്മൾ 60-ലാണ് പോകുന്നതെന്നുള്ളൊരു ഫീല് സ്റ്റിയറിംഗ് ത്രൂ നമുക്ക് കിട്ടുന്നില്ല. അതപ്പോൾ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നമുക്ക് അത്തരത്തിൽ പറയാം. പിന്നെ ക്ലച്ച് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. വണ്ടി ഇപ്പം അറൗണ്ട് 49,800 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ക്ലച്ച് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. ക്ലച്ച് വലിയ കുഴപ്പമില്ല, ഓവർ ലൈറ്റും അല്ല എന്നാൽ അത്ര സ്റ്റിഫും അല്ല. ഞാനിപ്പോൾ കുറച്ച് നാളായി മാനുവൽ വണ്ടികൾ ഓടിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആദ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലച്ച് തിരിച്ച് പുറത്തോട്ട് പമ്പ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഓടിച്ച് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി, ക്ലച്ച് അത് ഞാൻ യൂസ് ചെയ്യാതിരുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ക്ലച്ച് വലിയ കുഴപ്പമില്ല, നമുക്ക് മാനുവർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള എഞ്ചിൻ നോയ്സോ കാര്യങ്ങളോ ഒന്നും ക്യാബിനിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നില്ല. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത്യാവശ്യം റിഫൈൻഡ് ആണ്. ഇപ്പോൾ ഇത്രയും പഴക്കമുള്ള വണ്ടി, പഴക്കം എന്ന് പറയുമ്പോൾ ഒരു 7 വർഷത്തെ പഴക്കമുള്ള വാഹനമാണെങ്കിൽ പോലും നമുക്ക് ഒരു ഡീസൽ എഞ്ചിൻ ഓടിക്കുന്നതിൻ്റെ വലിയ ബഹളമോ ഒന്നും ക്യാബിൻ്റെ അകത്തേക്ക് നമുക്ക് വരുന്നില്ല. അത് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി. ഈ വണ്ടി എനിക്ക് തോന്നുന്നു അന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 20-21 കണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഈ വണ്ടിക്ക് ഓൺ ആവറേജ്, ഇതിപ്പോൾ ചേട്ടൻ്റെ വൈഫ് ട്രിവാൻഡ്രത്ത് സിറ്റിയിൽ മാത്രം യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. പ്രോപ്പർ സിറ്റി യൂസ് മാത്രം ചെയ്യുകയാണെങ്കിൽ വണ്ടിയിൽ ഒരു ഓൾമോസ്റ്റ് ഇത്ര ഓടിക്കുകയാണെങ്കിൽ ഒരു 14-15 കിട്ടുന്നത്. 16 ആ ഒരു റേഞ്ച് കിട്ടാറുണ്ട്. അല്ലാതെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് 25-26 രാത്രി സമാധാനമായിട്ടൊക്കെ ഓപ്പൺ റോഡൊക്കെയാണ് പയ്യെ വരികയാണെങ്കിൽ 26 മേളിലൊക്കെ വാഹനത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടി ഹൈവേ പ്ലസ് സിറ്റി എന്നുള്ള രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് സംവെയർ അറൗണ്ട് ബിറ്റ്വീൻ ഒരു 18-22 ഈ ഒരു വാഹനത്തിൽ സിമ്പിളായിട്ട് ടച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഹ്യുണ്ടായുടെ ഡീസൽ എഞ്ചിൻസ് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും എന്നുള്ള കാര്യം പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. നമ്മുടെ സെൽട്ടോസിൽ അത് 1.5 ആണ് വരുന്നത് എങ്കിൽ പോലും നമുക്ക് ഓടിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് മാക്സിമം മൈലേജ് കിട്ടുമെന്നുള്ള കാര്യം, ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുമെന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ ഉണ്ട്. സോ ഇത് ശ്രദ്ധിച്ചൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ 20 സുഖത്തെ കിട്ടും കേട്ടോ. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നവർ മൈലേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ഓടിക്കുകയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 100 രൂപ പെട്രോൾ ഉണ്ടെങ്കിൽ 100 രൂപ ഡീസൽ ഉണ്ടെങ്കിൽ അറൗണ്ട് 20 കിലോമീറ്ററോളം ഈ ഒരു വണ്ടി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒന്ന് വണ്ടിയുടെ മെയിൻ്റനൻസ് കോസ്റ്റ്. മെയിൻ്റനൻസ് കോസ്റ്റ് ചില ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഇപ്പം ഒരു മാരുതി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, ഒരു സ്വിഫ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ പാർട്സിൻ്റെ പ്രൈസ് ഒരിത്തിരി ഹയറായിട്ട് തോന്നാം. എന്നാൽ അന്ന് ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ള വണ്ടികൾ ഈ ഒരു ഡ്രൈവും ഫീലും ഫീഡ്ബാക്ക് ഒക്കെ തരുന്ന ഇതുപോലുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കോസ്റ്റ് അല്ല. ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ വണ്ടിയുടെ സർവീസിന് എല്ലാം കൂടെ ബ്രേക്ക് പാഡ്സും അങ്ങനെയുള്ള കുറച്ച് പണികളെല്ലാം കൂടെ ചെയ്തതിന് ഏകദേശം ഒരു 5,500 രൂപയുടെ അകത്തേ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. 50,000 കിലോമീറ്ററിൻ്റെ സർവീസിന് 5,000 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ല. ഇപ്പോൾ കാര്യം പുതിയ വണ്ടികളെല്ലാം മാരുതി വണ്ടികളാണെങ്കിൽ പോലും 5,000-6,000 ഒക്കെ മിനിമം സർവീസ് കോസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു.
സോ മെയിൻ്റനൻസ് വലിയ ബുദ്ധിമുട്ടില്ല. മേജറായിട്ടുള്ള പാർട്സ് മാറ്റുമ്പോൾ മാത്രമായിരിക്കണം വണ്ടിയിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു കോസ്റ്റ് വരുന്നത്. സോഫാർ ഇതുവരെ ഈ ഒരു 50,000 കിലോമീറ്ററിനിടയിൽ ഈ വണ്ടിയിൽ നമുക്ക് അത്തരത്തിലൊരു മേജർ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ മേജർ പണിയോ വന്ന് കയ്യിൽ നിന്ന് അധികം പൈസ ഇറങ്ങിയിട്ടില്ല. എസ്പെഷ്യലി ഈ ഡീസൽ എഞ്ചിൻ വലിയ തലവേദന ഇല്ലാത്ത ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ ഈ ഒരു ഗിയർ ബോക്സ്, ഹ്യുണ്ടായുടെ ഗിയർ ബോക്സുകളാണ് എല്ലാവർക്കും ഫേവറേറ്റ്. അത് എടുത്തു പറയണം, വളരെ സ്ലിക്ക് ഷിഫ്റ്റിംഗ് ആണ്. സിമ്പിളായിട്ട് നമ്മൾ അധികം ട്രാവൽ ഇല്ലാതെ തന്നെ ഗിയേഴ്സ് ഇടാൻ പറ്റും. അത് ഹ്യുണ്ടായുടെ ഗിയർ ബോക്സുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ടാറ്റ ഹ്യുണ്ടായുടെ കയ്യിൽ നിന്ന് ഗിയർ ബോക്സ് മേടിച്ച് ഹാരിയറിലൊക്കെ വെക്കുന്നത്. സോ അത്യാവശ്യം നല്ല ഗിയർ ബോക്സ് ആണ്. വീഴുന്നത് വളരെ സ്മൂത്തായിട്ടാണ്. നമുക്ക് ഗിയർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓടിക്കുന്ന സമയത്തൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ആംറസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കയറിയുടെ മുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം വണ്ടിയുടെ അകത്തൊരു പ്രീമിയംനെസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രീമിയംനെസ് കാണുമ്പോൾ നമുക്ക് കൈ വെക്കാൻ ഒരു ആംറസ്റ്റ് ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അതില്ലാത്തതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം വണ്ടിയെല്ലാം ഓക്കെയാണ് കേട്ടോ. നമുക്ക് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് റാറ്റ്ലിംഗ് നോയ്സുകളോ വേറെ സൗണ്ടുകളോ അനക്കങ്ങളോ ഒന്നും കാണില്ല. ഒരു പുതിയ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഓടിച്ചുകൊണ്ട് നടക്കാം. പിന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു വണ്ടിക്ക് അധികം പഴക്കമായിട്ടില്ല. ലുക്ക് വൈസ് ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അധികം ഡേറ്റ് ആയൊരു ഫീലില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു യൂസ്ഡ് കാർ കിട്ടുകയാണെങ്കിൽ, അധികം കിലോമീറ്റർ ഓടാത്ത ഒരു ഡീസൽ വണ്ടിയെ കിട്ടുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ബൈ ആയിരിക്കും. ഡീസൽ കാറുകൾ പൊതുവെ i20, ഇപ്പം സ്വിഫ്റ്റ് ഡീസൽ കിട്ടാനില്ലാത്തതുപോലെ i20 ഡീസലും നമുക്ക് കണ്ടെത്താൻ ഒരു അല്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇമ്പോസിബിൾ അല്ലെങ്കിൽ കിട്ടാക്കന്നെയൊന്നും ഞാൻ പറയുന്നില്ല. വണ്ടി നമ്മളൊന്ന് തപ്പി ഇറങ്ങി കഴിഞ്ഞാൽ നല്ല വണ്ടികളൊക്കെ കിട്ടും. ഫസ്റ്റ് ഓണർ വണ്ടികൾ ഈ ഒരു 50,000 കിലോമീറ്ററിന് താഴെ ഓടിയ 2 കിലോമീറ്റർ ഓടിയ വണ്ടികൾ കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല സർവീസ് ഹിസ്റ്ററി ഉള്ള നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡീസൽ വണ്ടികൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് എടുത്തോളാൻ പറയും. ഇതിൻ്റെ പെട്രോളിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. നിങ്ങൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിലും എൻലൈൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാൻ പറയത്തുള്ളൂ. 1.2 കാപ്പ എനിക്ക് അത്ര ഫേവറേറ്റ് ഉള്ള എഞ്ചിനല്ല. 1.2 കാപ്പ എടുത്ത് പെട്ട 1-2 പേരെ എനിക്കറിയാം. ലാസ്റ്റ് ആ വണ്ടി എങ്ങനെയും തലേന്ന് ഒഴിഞ്ഞു പോട്ടെന്ന് പറഞ്ഞ് കൊടുത്തവരെയും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ 1.2 പെട്രോൾ എടുക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ എൻലൈൻ എടുത്താൽ നല്ലതാണ്. അല്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു ഡീസൽ തന്നെ നോക്കി പിടിച്ചെടുക്കുക. നല്ല വണ്ടിയാണ്, ഓടിച്ചുകൊണ്ട് നടക്കാൻ സുഖമാണ്. പിന്നെ നമുക്ക് അധികം വലിയ വണ്ടിയല്ല, എന്നാൽ ഒരുപാട് ചെറിയ വണ്ടിയല്ല എന്നൊരു ഫീലാണ്. ഒരു സ്വിഫ്റ്റിൻ്റെ കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ സൈസ് വൈസ് ഒരു സ്വിഫ്റ്റ് പോലെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. വണ്ടി ഈസ് ഓഫ് ഡ്രൈവിങ് നല്ല രീതിയിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വാഹനത്തിൽ വരുന്നില്ല. നമ്മൾ ഇത്രയും നേരം സമാധാനത്തിൻ്റെ പാതയിൽ പയ്യാണ് ഓടിച്ചു വന്നത്. ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തുകൂടെ ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു 2017 വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ 2018 വണ്ടിയാണെങ്കിൽ പോലും സ്പീഡൊക്കെ വളരെ നൈസായിട്ടാണ് ബേസ് പിക്ക് ചെയ്യുന്നത്. നമുക്ക് സ്പീഡിൽ ഓടിക്കുമ്പോഴൊന്നും ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ പോവുമോ, അതൊരു നാരോ റോഡായിരുന്നു, വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ പോവുമോ എന്നുള്ളൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. സ്മൂത്തായിട്ട് നൈസായിട്ട് പറഞ്ഞാൽ 80 ഒക്കെ വളരെ ഒരു സിമ്പിൾ, ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെയാണ് 80 ഒക്കെ ക്രോസ് ആവുന്നത്. പിന്നെ ഡീസൽ എഞ്ചിനാണെങ്കിൽ കൂടി ഒരു നമുക്ക് അധികം റെവ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടൊരു വലിയൊരു ബുദ്ധിമുട്ട്, ഒരു 3000 RPM വരെ വലിയ ബുദ്ധിമുട്ടുകൾ ക്യാബിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. കേൾക്കാൻ അത്യാവശ്യം നമുക്ക് ഓടിക്കുന്ന ആളെ സംബന്ധിച്ച് കുറച്ച് പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനോട്ടുമാണ്. ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു വലിയ ഹൗളിംഗ് സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് ക്യാബിനിലേക്ക് വരുന്നില്ല. സോ വണ്ടി മൊത്തത്തിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഒന്ന് ചവിട്ടിപ്പറിച്ച് ഓടിക്കാനാണെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസി കിട്ടി മാക്സിമം ഫ്യൂൽ എഫിഷ്യൻ്റായിട്ട് ഓടിക്കാനാണെങ്കിലും രണ്ടിനും പറ്റിയ ഒരു നല്ലൊരു വെൽ ബിൽറ്റ് കാറാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ യൂസ്ഡ് കാർ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് പെട്രോൾ അല്ല ഒരു ഡീസൽ വണ്ടിയൊക്കെ വേണമെന്നുണ്ട്, ഹാച്ച് ബാക്ക് ആണ് വേണ്ടത്, എക്കോ സ്പോർട്ട് പോലൊരു വണ്ടിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് i20 നല്ല ഹ്യുണ്ടായി എല്ലാ ഡീസൽ വണ്ടികൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാര്യം സ്വിഫ്റ്റ് ഡീസലൊന്നും ആരും കൊടുക്കുന്നില്ല വണ്ടികൾക്ക്. ഇപ്പം എനിക്ക് മനസ്സിലായത് വണ്ടിക്ക് മോഹവില പോലെയാണ് ഇപ്പം മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വണ്ടി കിട്ടുകയാണെങ്കിൽ ഒരു ബെറ്റർ ബൈ ആയിട്ട് തോന്നി i20. അത്യാവശ്യം നല്ല വണ്ടിയാണ്. അധികാരി ഇതിനെപ്പറ്റി അങ്ങനെ യൂസ്ഡ് കാർ റിവ്യൂസ് അങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് എങ്കിലും അത്ര കോമൺ ആയിട്ട് എല്ലാവരും സ്വിഫ്റ്റ് ഡീസലിൻ്റെ പുറകിലാണ്. സോ അതുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.